എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ മാസമാണ് 2 മാസത്തെ തുക വിതരണം ചെയ്തത്. ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്ന അല്ലെങ്കിൽ പല ആളുകൾക്കും സംശയമായിട്ടുണ്ടായിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളൂടെ നടന്നിരിക്കുകയാണ്. നമ്മുടെ ധനമന്ത്രി തന്നെ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു, ഈ ഒരു കുടിശ്ശികയുള്ള തുക ഉടനെ വിതരണം ചെയ്യുമെന്ന്. അപ്പോൾ പല ആളുകളും ഈ ഒരു മാസത്തിൽ തന്നെ, അതായത് ഫെബ്രുവരി മാസത്തിൽ തന്നെ തുകയുടെ വിതരണം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ വാസ്തവം എന്താണ് എന്ന് ചോദിച്ച് വളരെയധികം ആളുകൾ ചോദിക്കുകയുണ്ടായി. കൂടാതെ തന്നെ സോഷ്യൽ ഓഡിറ്റിങ്, അതായത് ഈ അനധികൃതമായിട്ട് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നത്, അത് ഏത് രീതിയിലായിരിക്കും, ഇതിനെതിരെ നടപടി ഉണ്ടാവുക എന്നുള്ള സംശയങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുക വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല, പക്ഷേ തുക വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് കുടിശ്ശിക ഇനത്തിലുള്ള തുക, അതായത് 3 ഗഡു തുക കൂടി ഇപ്പോൾ വിതരണം ചെയ്യാനുണ്ട്. അതുകൂടി ഉടനെ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. പക്ഷേ ധനമന്ത്രി പറഞ്ഞപ്പോൾ ഡേറ്റ് പറഞ്ഞിരുന്നില്ല, ഏത് സമയത്ത് വിതരണം ചെയ്യുമെന്നുള്ള കാര്യം ധനമന്ത്രി അറിയിച്ചില്ല. പക്ഷേ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് ആയിട്ട് വരാറുണ്ട്, ഈ ഒരു മാസത്തിൽ തന്നെ 2 മാസത്തെ തുക വിതരണം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. അതായത് 1 മാസത്തെ കുടിശ്ശിക തുകയും അതുപോലെ 1 മാസമായ ഈ ഫെബ്രുവരി മാസത്തെ തുകയോടെ ചേർത്ത് 3200 രൂപ വിതരണം ചെയ്യുമെന്ന് പലരും പറയുന്നുണ്ട്. പല ആളുകൾക്കും ഇതിൻ്റെ സംശയം എന്താണ് ഇങ്ങനൊരു വിതരണം ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു കുടിശ്ശിക തുക വിതരണം ചെയ്യുമെന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നത്. അതിൽ 2 മാസത്തെ തുക വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത സാമ്പത്തിക വർഷം, അതായത് 2025-26, അത് ഏപ്രിൽ മാസം മുതലാണ് ആരംഭിക്കുന്നത്. ആ ഏപ്രിൽ മാസത്തിൽ 2 ഗഡു തുക ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അല്ലാതെ ഈ ഒരു മാസത്തിൽ, ഫെബ്രുവരി മാസത്തിൽ യാതൊരു തരത്തിലും 2 ഗഡു തുക ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് സംബന്ധിച്ചുള്ള യാതൊരു നടപടിക്രമങ്ങൾ പോലും ധനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ട് പോലുമില്ല. ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇത് കൂടാതെ തന്നെ ഇനി തുക വിതരണം ചെയ്യുമ്പോൾ, നമുക്ക് ഈ ഒരു മാസത്തെ തുക വിതരണം ചെയ്യുമ്പോൾ ഈ മാസം 25-ാം തീയതിക്ക് മുമ്പാകെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. കാരണം ഈ മാസം ഫെബ്രുവരി ആയതുകൊണ്ട് ഇതിൽ 28 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു മാസം അവസാനിക്കുന്നതിന് മുമ്പാകെ തന്നെ പൂർണ്ണ അളവിൽ തുക വിതരണം ചെയ്യാനാണ് ധനവകുപ്പും ശ്രമിക്കുന്നത്. കൂടാതെ സോഷ്യൽ ഓഡിറ്റിങ്, ഈ ഒരു അർഹതയില്ലായിട്ട് പോലും ഈ ഒരു തുക പെൻഷനായിട്ട് വാങ്ങുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി താലൂക്ക് തലങ്ങളിലൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് മുൻപ് തന്നെ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളതുമാണ്. അപ്പോൾ എന്തുതന്നെയായാലും നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഈ തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്യാൻസൽ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് പിന്നീട് തിരിച്ചു പിടിക്കുന്ന, അല്ലെങ്കിൽ തുക പലിശ അടക്കം തിരിച്ചു പിടിക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.